എൻ്റെ പേര് സിസ്റ്റർ ജോസിയ SD, സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് കോൺഗ്രിഗേഷനിലെ കോതമംഗലം പ്രൊവിൻസിലെ അംഗമാണ് ഞാൻ. എൻ്റെ വീട് വെള്ളിയാമറ്റം, തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റമാണ് വീട്. വീട്ടിൽ അപ്പച്ചൻ, മമ്മി, അപ്പം ഞങ്ങൾ മക്കൾ 3 പേരാണുള്ളത്. 2005 കോതമംഗലം പ്രോവിൻസിൽ SD കോൺഗ്രിഗേഷനിൽ കോതമംഗലം പ്രോവിൻസിൽ ആദ്യവ്രത വാഗ്ദാനം ചെയ്ത് സിസ്റ്ററായി. ക്രൈസ്തവ സന്യാസം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായ രീതിയിൽ അത് പല വിധത്തിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിലും മോശമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഓരോരുത്തരുടെയും അഭിപ്രായത്തിനനുസരിച്ച് സന്യാസത്തെ വളച്ചൊടിക്കുന്ന ഒരു രീതിയിലേക്കുള്ളതിൻ്റെ കൂടുതൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ കൂടുതൽ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടി ആർക്കും എന്ത് അഭിപ്രായവും എവിടെയും രേഖപ്പെടുത്താം. ഒരാൾക്ക് തോന്നുന്നതിനെക്കുറിച്ച് അയാൾക്ക് സംസാരിക്കാം, അയാൾക്ക് തോന്നുന്ന വിധത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ളതിൻ്റെ അത് അങ്ങനെ സംസാരിക്കുന്നത് മാത്രമല്ല, അതുവഴി മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തെ നമുക്ക് ഇല്ലെന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ടെന്നതിനേക്കാൾ അധികം ഇന്ന് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി കൂടുതൽ ഇൻഫ്ലുവൻസ്, ഇങ്ങനെ ഓരോ വ്യക്തിക്കും അവൻ്റെ അഭിപ്രായം പറയാം. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും സന്യാസത്തെ നോക്കിക്കാണുന്ന രീതിക്കനുസരിച്ച് അവനവൻ അഭിപ്രായം പറഞ്ഞു വരുമ്പോൾ അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും, പിന്നെ സന്യാസം എന്തെന്ന് ജീവിച്ച് പരിചയിച്ചവരും ജീവിക്കാത്തവരും, അകലെ നിന്ന് കാണുന്നവരും അടുത്ത് നിന്ന് കാണുന്നവരും ഒക്കെ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോകാം, ചിലപ്പോൾ ശരിയായി വരാം, ചിലപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ അത്ര പരിചയമില്ലാത്ത ഒരാളും നന്നായിട്ട് അടുത്തറിയാവുന്ന ഒരാളും എന്നാൽ അകലെ നിന്ന് മാത്രം കേട്ടുപരിചയമുള്ള ഒരാൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുപോലെ ഞാനതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത് സന്യാസം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ജീവിച്ച സന്യാസം എന്തെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സന്യാസ ജീവിതത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതും, അത്രയധികം പാഷനോടുകൂടി സന്യാസത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ സന്യാസത്തെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അവരിൽ ഉണ്ടാക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെ ഒരു അടിമത്വമാണെങ്കിൽ 18 വർഷം സന്യാസം ജീവിക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ 2005 സന്യാസ ജീവിതത്തിലേക്ക് 99 മഠത്തിൽ ചേർന്നു. 2005 ആദ്യവ്രതം ചെയ്ത് 2011 നിത്യവ്രതവും ചെയ്ത് അതിനുശേഷം ഇന്ന് ഇത്രയും കാലം ഞാൻ സന്യാസിനിയായി തന്നെ നിലനിന്നെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യം, മാധുര്യം ഞാൻ ആവോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അടിമത്തം എന്ന വാക്കിന് നമ്മളുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഒക്കെ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾക്ക് കീഴ്വഴങ്ങേണ്ടി വരുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ അടിമത്തം എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിക്ക് വിധേയയായി ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങനെ ജീവിക്കാൻ ഞാൻ തയ്യാറാകുന്നെങ്കിൽ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ബുദ്ധിയും മനസ്സും ശരീരവും ആത്മാവും എല്ലാം അടിയറ വെച്ച് ജീവിക്കുന്നുവെന്നല്ല. നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ആ ഒരു സ്നേഹത്തിന് എന്നെ തന്നെ ഞാൻ കീഴ്പ്പെടുത്തുമ്പോൾ ആ ഒരു സ്നേഹം അനുഭവിച്ചിട്ട് ഞാൻ ഒരാളെ അധികമായിട്ട് സ്നേഹിക്കുന്നു, ആ വ്യക്തി അതിനേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവിടെ അനുസരണം ഒരു അടിമത്വമല്ല. അതുപോലെ തന്നെ ദൈവഹിതം ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു, അതായിട്ടേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ സന്യാസത്തിൻ്റെ അനുസരണം. ഈ അനുസരണത്തെയാണ് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ട് നമുക്ക് നമ്മുടെ മുഴുവൻ എൻ്റെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സന്യാസം എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നതിന് കാരണം ഞാൻ ആരുടെയോ പ്രേരണ കൊണ്ട് എനിക്ക് വഴിതെറ്റി കയറി വന്ന ഒരിടമായി അങ്ങനെ ആയി പോയതുകൊണ്ടാണ് ആ വ്യക്തികൾക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിവാദങ്ങളെയാണ് വാർത്തയാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം. എന്തെങ്കിലും ഒരു ഇത്തിരി എരിവും പുളിയും ഉള്ള കഥകളാണ് എല്ലാവർക്കും താല്പര്യം. അങ്ങനെ വരുമ്പോൾ പണ്ടൊക്കെ വാർത്തയ്ക്ക് സത്യമുണ്ടായിരുന്നു. നമ്മളൊരു പത്രം വന്നാൽ അതിൻ്റെ കൃത്യവിവരം അറിയാം, അല്ലെങ്കിൽ ന്യൂസ് വെച്ചാൽ നമുക്കതിൻ്റെ കൃത്യവിവരം അറിയാം എന്ന് പറയുമ്പോൾ ഇന്നത് നമ്മൾ തിരിച്ചു പറയേണ്ടി വരും. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ കൺമുൻപിൽ സംഭവിച്ച, നമ്മൾ ദൃക്സാക്ഷിയായി നിന്ന ഒരു കാര്യം അത് വാർത്തയായി വരുമ്പോൾ അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ അതിന് ചേരുവകൾ ചേർത്ത്
ആ രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് നമുക്കൊരിക്കലും ഒരു വാർത്ത നമുക്ക് വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാം ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉണ്ടായ കാര്യങ്ങളും വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. അതുപോലെ ചില വ്യക്തികളുടെ ജീവിതത്തെ എടുത്ത് വ്യക്തിഹത്യ നടത്തി അത് തെളിവില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഇപ്പോൾ ഒരു കാര്യം അവർ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം അതങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണ് അതിൻ്റെ സത്യം എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു മടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊരു വാർത്തയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വാർത്തയുടെ സത്യത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോയിട്ട് എങ്ങനെ പറഞ്ഞാലാണ് കൂടുതൽ ആളുകൾ അത് കാണുക, എങ്ങനെ പറഞ്ഞാലാണ് ഒരു മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക, അതിനനുസരിച്ച് ഇന്ന് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകളെ വളച്ചൊടിച്ച രീതിയിൽ പ്രതിപാദിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഓർക്കുന്നു ഈ ഇലക്ഷൻ സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാൾ പറയുന്ന ഒരു ഉത്തരവുണ്ട്, ഞങ്ങൾ ഈ വീടാന്തരം കയറി ഇറങ്ങി നടന്നിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് നമുക്കറിയാം അവിടെ ആരാണ് എന്താണ് സംഭവിക്കുന്നതെന്നറിയാം, പക്ഷേ TV ഓഫ് ചെയ്താൽ തീരാവുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ സന്യാസം അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി നിലനിൽക്കും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയും ഇതൊന്നും അധികം കാലം നമുക്കങ്ങനെ അതിലെ വാർത്തകളും അതിലെ മസാലകളും ഒന്നും അധികം കാലം നിലനിൽക്കില്ല. ഒരെണ്ണം കഴിയുമ്പോൾ മറ്റടുത്ത മസാല കഥകളുടെ പിന്നാലെ മനുഷ്യൻ പോകും, വാർത്താ ചാനലുകാരും പോകും. അതുകൊണ്ട് അതിനൊക്കെ അതീതമാണ് സന്യാസം. ദൈവവിളി ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ദൈവം തനിക്ക് ആവശ്യമുള്ളവരെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുവരും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ നമ്മൾ ദൈവവിളി കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, പണ്ട് കേരളത്തിൽ തുടക്കത്തിൽ CMC സന്യാസ സമൂഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കേരളത്തിൽ എത്രയോ സന്യാസ സമൂഹങ്ങളാണ്, എത്രയോ വിശുദ്ധ വ്യക്തികൾ സ്ഥാപിച്ച് ഓരോരോ കാലഘട്ടത്തിനനുസൃതമായി സന്യാസ സമൂഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. സന്യാസ സമൂഹങ്ങളുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണവും കൂടി ഒരു ഡിവൈഡ് ചെയ്ത് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഈ പ്രസ്ഥാനം എല്ലാം അടച്ചുപൂട്ടുമോ എന്ന് ചോദിച്ചു. ദൈവത്താൽ സ്ഥാപിതമായതാണെങ്കിൽ അത് അടച്ചുപൂട്ടപ്പെടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ 12 ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരാൾ അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ ഇതിങ്ങനെയാണോ എന്നാൽ പിന്നെ ബാക്കി ഇത് നിലനിൽക്കില്ല. അതുപോലെ തന്നെ ഈശോയുടെ മരണശേഷം ശിഷ്യന്മാരെല്ലാം ചിതറിക്കപ്പെട്ടു. പക്ഷെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും കൂടി സമയത്ത് ഒന്നിച്ചുകൂട്ടി ഈ 12 പേരിൽ നിന്ന് രൂപം കൊണ്ട വലിയൊരു അത്ഭുതമാണ്, ദൈവം നടത്തിയ ഒരു അത്ഭുതമാണ്. അതുപോലെ ഇപ്പം ഞങ്ങളുടെ സന്യാസ സമൂഹത്തെക്കുറിച്ച് പറയുവാണെങ്കിലും എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. 1927 5 സ്ത്രീകളെ കൊണ്ട് തുടങ്ങിയ സന്യാസ സമൂഹമാണ് ഞങ്ങളുടേത്. അത് ആ സമയത്ത് തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ സ്ഥാപക പിതാവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ സമയത്ത് തന്നെ ഇത് ചിതറിക്കപ്പെട്ടു പോകാമായിരുന്നു. കാരണം ആരും ഒന്നും ഒരിടത്തും എത്തിയില്ല, സ്ഥാപിച്ച ആൾ മരിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവം വേണ്ട വിധത്തിൽ ഇടപെട്ട് ഇന്ന് ഈ 96 വർഷങ്ങൾ പിന്നിട്ട് ഇത്രയും 1600-700 പരം സിസ്റ്റേഴ്സും 11-12 രാജ്യങ്ങളിൽ ഞങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സന്യാസ സമൂഹത്തെ നോക്കിയിട്ട് എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഇത് അടച്ചുപൂട്ടി പോകുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കും, ഓരോ പ്രാവശ്യത്തെ കണക്കെടുക്കുമ്പോൾ ശരാശരി അനുസരിച്ച് ഇനി കുറയാനാണ് സാധ്യത, കൂടുകയില്ല, ഇങ്ങനെ പോയാൽ അത് തീരും, അത് നമ്മുടെ ബുദ്ധിയാണ്. പക്ഷേ ദൈവം എന്തിനു വേണ്ടി ഈ സന്യാസ സമൂഹത്തെ സ്ഥാപിച്ചോ ആ ലക്ഷ്യം നിറവേറുവോളം ഈ സന്യാസ സമൂഹം ഒരുപക്ഷെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എങ്കിൽ തമ്പുരാൻ തന്നെ ഇടപെട്ടത് നിർത്തുമായിരിക്കാം. അതുവരെ ഇത് നിലനിൽക്കും. അതുപോലെ ഓരോ സന്യാസ സമൂഹങ്ങളുടെ കാര്യവും. പിന്നെ ദൈവവിളി ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത, നമ്മളുടെ ഒരിടപെടലും ഇല്ലാതെ ഒരുപാട് നല്ല വൊക്കേഷൻസ് നമുക്ക് വരുന്നതും വലിയ അത്ഭുതമാണ്. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ പുറത്തുള്ള ആരുടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സന്യാസത്തിൽ നിന്ന് പുറത്തു പോയവരുടെ ചില കമൻസ് അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റ രീതികൾ, ഇടപെടലുകളൊക്കെ ഇതിനെ ചിലപ്പം അതിൻ്റെ ഒരു ഇത്തിരി മങ്ങലേൽപ്പിക്കുമായിരിക്കാം. പക്ഷേ ആ മങ്ങലേറ്റാലും അത് പൂർവാധികം ജ്വാലയോടുകൂടി തന്നെ തിരിച്ചു വരും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ദൈവം നട്ടതൊന്നും ദൈവം നശിപ്പിക്കില്ല.
ഒരിക്കലുമില്ല. എൻ്റെ ഈ നിർഭയം എന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താണ് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി നിൽക്കാനുള്ള വലിയൊരു ധൈര്യം അതെൻ്റെ സന്യാസ സമൂഹം എനിക്ക് തരുന്ന കരുത്താണ്. അതിനെനിക്ക് എൻ്റെ സന്യാസ സമൂഹത്തോട് വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സത്യം ഇതാണെന്നറിഞ്ഞാൽ അത് അനുഭവിച്ചാൽ പിന്നെ അത് പറയാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മൾ സത്യം ഒന്നാണെന്നിരിക്കെ മറ്റെന്തിനോ വേണ്ടി നമ്മൾ വേറെ ആരുടെയെങ്കിലും പ്രീതി കിട്ടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് ഇതെന്ന് ആക്കി തീർക്കാനോ വേണ്ടി നമ്മൾ അങ്ങനെ കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും സത്യമായ കാര്യം സത്യമായിരിക്കെ അത് സത്യമായി തന്നെ പറയാനുള്ള ഒരു ആർജവത്വം അത് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് പരിശീലിപ്പിക്കപ്പെട്ട ഒരു ഗുണമാണെന്നും പിന്നെ അതിനുശേഷം സന്യാസ സമൂഹത്തിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം മാനിക്കുകയും തെറ്റാണെങ്കിൽ അത് പറഞ്ഞു തരികയും തിരുത്തുകയും ഒക്കെ ചെയ്ത് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി വളർത്തിക്കൊണ്ട് വന്ന ഒരു സന്യാസ സമൂഹമാണ് എൻ്റേത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളെയും ബഹുമാനിക്കാനും എൻ്റെ അഭിപ്രായം ഇങ്ങനെ നിൽക്കുമ്പോഴും മറ്റൊരാളുടെ അഭിപ്രായത്തിന് സ്പേസ് കൊടുക്കാനും ഒക്കെ പഠിപ്പിച്ച് വളർത്തി ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭയം ഇല്ല. പിന്നെ സഭയിൽ നിന്ന് ആക്രമണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സഭയെ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തുനിന്നും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ ആളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ പേഴ്സണലി നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സോ സ്ട്രെയിനോ ഉണ്ടെങ്കിൽ തന്നെയും ഈ കളക്റ്റീവ്ലി നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ളൊരു വലിയ അഭിമാനവും സന്തോഷവും അത് പകരുന്ന ഒരു ധൈര്യവുമുണ്ട്. തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ സന്യാസ സമൂഹം തന്നെയാണ്. ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു. അതിനുശേഷം നിത്യവ്രതത്തിന് ശേഷം ഹയർ സ്റ്റഡിക്ക് പോകാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ നിന്ന് തന്നെ എടുത്തൊരു തീരുമാനമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് നമ്മൾ സാധ്യതകളെ, അതായത് അഗതിത്വത്തിൻ്റെ പുതിയ മേഖല, ഞങ്ങൾ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹമാണ്. തുടങ്ങിയ സമയത്ത് പാവപ്പെട്ടവരായ ഒത്തിരി വൃദ്ധജനങ്ങൾ, ആരും നോക്കാനില്ലാത്തവരും പിന്നെ വീടുകളിൽ നോക്കാൻ പ്രയാസമുള്ളവർ, പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ വീടില്ലാത്തവർ, പ്രായമായി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അങ്ങനത്തെയൊക്കെ ഉള്ളവർ ഒരുപാട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എൻ്റെ ഏറ്റവും വലിയ സഹോദരൻ ഒരുവിനെ നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനം, ഒരു വചനത്തിൻ്റെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ധന്യൻ വർഗീസ് പയ്യപ്പിള്ളേച്ചനാൽ ഞങ്ങളുടെ സന്യാസ സമൂഹം സ്ഥാപിതമായത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ മനുഷ്യൻ്റെ അഗതിത്വത്തിൻ്റെ ഒരുപാട് പുതിയ മേഖലകൾ നമുക്ക് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മനസ്സിലായി. ഈ ക്യാൻസർ, എയ്ഡ്സ്, കുഷ്ഠം പോലുള്ള അങ്ങനെ രോഗം പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയവർ, ഏത് പ്രായത്തിലായാലും അതൊരു കുഞ്ഞാണെങ്കിലും മരണപ്രായത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഒരു ഗതിയില്ലാത്തവനാണെങ്കിൽ അവൻ അഗതിയാണ്. അങ്ങനെ ആ അഗതികളുടെ സഹോദരിയാണ് ഞങ്ങൾ. അപ്പം അത് ഈ വൃദ്ധജന ശുശ്രൂഷ മാത്രമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പിന്നീട് വികലാംഗരുടെ ഇങ്ങനെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അതാത് കാലഘട്ടത്തിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടും ഓരോ സിനാക്സിസിലും നമ്മൾ അഗതിത്വത്തിൻ്റെ പുതിയ മേഖലകൾ ഏതാണെന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്തതിൻ്റെയും ഫലമായിട്ട് ഞങ്ങളുടെ സന്യാസ സമൂഹം എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ നിയമ മേഖലയിൽ ഉപദേശം കിട്ടാതെയും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നിയമം അറിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതൊരു പുതിയ നമുക്കൊരു പുതിയ വെളിച്ചമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഓരോ പ്രോവിൻസിൽ നിന്നും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് ഒരുക്കി ഇങ്ങനെ LLB പഠിക്കാനായിട്ട് വിടണം എന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെ സഭയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എൻ്റെ താല്പര്യവും കൂടെ ചോദിച്ച് അങ്ങനെ. അപ്പോൾ അതുവരെ നമ്മുടെ ചിന്തയിലൊന്നും അങ്ങനെ ഇല്ല, നമുക്ക് LLB എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ജോസിയേക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ? അപ്പോൾ ഞാൻ കൊടുത്ത ഉത്തരം, ഇപ്പോൾ MSc ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ MScക്കാണ് പോകേണ്ടതെങ്കിൽ അത്, LLB ആണ് ആവശ്യമെങ്കിൽ അത്, എന്തിനും ഞാൻ റെഡിയാണെന്നുള്ള ഉത്തരവായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ എന്നോട് തീരുമാനിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ പ്രോവിൻസും പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്നോട് LLBക്ക് പോകാൻ പറഞ്ഞു. പോയി പഠിച്ചു, പിന്നെ PG ചെയ്തു, കഴിഞ്ഞു, തിരിച്ചു വന്നു. അങ്ങനെ അന്ന് തൃശ്ശൂർ പ്രസംഗം കക്കകളി എന്ന നാടകം വന്നപ്പോൾ നാടകത്തിനെതിരെ അല്ല നമ്മൾ സംസാരിച്ചത്. ആ നാടകത്തിലെ കണ്ടൻറ്റ് നമുക്കൊട്ടും നമ്മുടെ
ഈ ഒത്തിരി ആഗ്രഹിച്ച് പാഷനേറ്റായിട്ട് സന്യാസം ജീവിക്കുന്ന ഒരു വ്യക്തിക്കോ അവരുടെ മാതാപിതാക്കൾക്കോ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സംവിധായകൻ ആരെയല്ല, അതിനകത്തെ കണ്ടന്റ് അതാണ് നമ്മളെ വേദനിപ്പിച്ചത്. അതിനെതിരെയായിരുന്നു നമ്മൾ പ്രതികരിച്ചത്. അപ്പോൾ പ്രതികരണമെന്നും ഞാൻ പറയില്ല, നമ്മളുടെ ഒരു സ്റ്റാൻഡ് എന്താണോ എന്നുള്ളത്. അവിടെയും ഈ പറഞ്ഞതുപോലെ സത്യം എന്താണെന്ന് എന്തെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ വാച്ച് ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ തോന്നിയത് വെച്ച് എഴുതി ഉണ്ടാക്കിയ ഒന്നല്ല സന്യാസം, അങ്ങനെ അത്രയും വില കുറഞ്ഞതല്ല സന്യാസം എന്ന് ഉള്ളിലൊരു തേങ്ങൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ദൈവം തന്നൊരു അവസരം, ഞാനത് ഉപയോഗിച്ചു. പരിശുദ്ധാത്മാവ് ആ സമയത്ത് തോന്നിച്ചത് പറഞ്ഞു. പക്ഷേ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ കുറച്ച് മോശമായിട്ടുള്ള രീതിയിൽ എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ വേറൊരു രീതിയിലൊക്കെ പറയുകയും പിന്നെ ചില വീഡിയോസും ചില കമൻസും ഒന്നും നമുക്ക് ആരെയും അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ ചില വീഡിയോസൊക്കെ വന്നപ്പം പക്ഷേ എനിക്ക് അപ്പോഴും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം സത്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ നിൽക്കാൻ തീരുമാനിച്ചാൽ അയാൾ നമ്മളതിൻ്റെ വില കൊടുക്കണം. അതിനകത്ത് ആക്രമണം എന്നൊന്നും ഞാൻ പറയില്ല, ഞാൻ അതിൻ്റെ വില കൊടുത്തു എന്നുള്ളതേ എനിക്ക് പറയുള്ളൂ. ഞാൻ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പണ്ട് കാരണവന്മാർ പറയുന്നില്ല, നനഞ്ഞിറങ്ങിയാൽ പിന്നെ കുളിച്ച് കയറണം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഞാൻ റെഡി ആയിരുന്നു. അതുകൊണ്ട് ഈ ആക്രമണങ്ങളെയും പിന്നെ ചില കമൻസ് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട് ചില കമൻസ് വായിക്കുമ്പോൾ. അങ്ങനെ ഞാൻ അതിനെ വളരെ ക്രിയേറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇപ്പം നമ്മളെന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയാലും അത് ശ്രദ്ധിക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടായി. അവർ നെഗറ്റീവായിട്ട് അതിനെ കീറിമുറിക്കാനാണെങ്കിൽ പോലും അത് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കത് വളരെ നന്നായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ എനിക്കത് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ആദ്യമായിട്ട് അങ്ങനെ കേട്ടപ്പോൾ ചെറിയൊരു ഷോ എന്നൊക്കെ തോന്നി. പക്ഷെ അത് കഴിഞ്ഞിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇപ്പോൾ വന്നാലും ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്, കുഴപ്പമില്ല. എനിക്ക് 100% എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം അത് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കും, ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഒരു SD സിസ്റ്റർ ആയിത്തീർന്നോ എന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും ഞാൻ നല്ലൊരു SD സന്യാസിനി ആകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ 1% പോലും ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റേതായ സാക്രിഫൈസസ് നമ്മൾ എടുക്കേണ്ടി വരും, അതിൻ്റേതായ ചലഞ്ചസ് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ എൻ്റെ 15-ാം വയസ്സിൽ സന്യാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ ആരെയും ഇങ്ങനെ അയ്യോ അങ്ങനെയാണോ നിനക്ക് ഇഷ്ടം എന്നാൽ നീ പൊക്കോ അങ്ങനെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞു വിട്ടതല്ല എന്നെ. ഞാൻ ഇങ്ങനെ ഈ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയാവുന്നവരും സ്നേഹിക്കുന്നവരും എൻ്റെ കൂടെയുള്ള എൻ്റെ വീട്ടുകാരും എല്ലാവരും അവർ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, നമ്മളുടെ സ്വഭാവ രീതിക്ക് ഇണങ്ങാത്ത ഒരു സാഹചര്യം, അതൊക്കെ നമുക്ക് ഒത്തിരി സഫക്കേഷൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ആ ഒരു പ്രായത്തിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാമോ അതെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടീനേജേഴ്സ് ഒക്കെ ഒരുപാട് പേരിങ്ങനെ മാറി മാറി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ഈ പറയുന്ന യൂത്തിനും കുട്ടികൾക്കും ഒക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്ന, എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷങ്ങളായിട്ട് അവരുമായിട്ട് ഒത്തിരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. യൂത്തുമായിട്ടും പിള്ളേരുമായിട്ടും ഒക്കെ സംവദിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇപ്പം നമ്മളെ മോനെ കൊച്ചിന് ആരാ കാണാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ഉത്തരവില്ല. അത് ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകതയാണത്. അവർക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, എത്തുന്നോടത്തെത്തട്ടെ, അങ്ങനത്തെ ഉള്ളൊരു ചിന്തയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മുതിർന്നവരുടെ ഉത്തരവാദിത്വമാണ് ഇവരെ ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു വാക്വമാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അവനെ അങ്ങനെ ഒരു ഇൻപുട്ട് നമുക്ക് കൊടുക്കാൻ അവൻ്റെ ചുറ്റുമുള്ളവർക്ക് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഇപ്പം നമ്മൾ പ്രജ്ഞാനന്ദയുടെ കാര്യം എന്തു മനോഹരമായിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കാണുകയും പയ്യൻ്റെ വളർച്ചയിൽ അവനെ ഒരു അത്രയ്ക്കും ഉന്നതമായ ഒരു നേട്ടമാണ് ആ പയ്യൻ കൈവരിച്ചത്. 19-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ അമ്മ ചെയ്ത ഒരു കാര്യമുണ്ട്, ഇവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരുന്ന സമയത്ത് ഇവനെ ഫോക്കസ്ഡ് ആക്കാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് അവനെ തുറന്നു കൊടുത്തു. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് കുറച്ചുകൂടി മാതാപിതാക്കൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചും അവരുടെ മൂല്യാധിഷ്ഠിതമായ ഒരു ബാല്യവും ഒരു കൗമാരവുമായിരുന്നു നമ്മുടെ കുട്ടികൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന്
മാതാപിതാക്കൾക്ക് സമയമില്ല, അധ്യാപകർക്ക് പാഠം തീർക്കണം. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ ഫോക്കസ് ഇല്ലാതെ വളരുന്നതിൽ അവൻ്റെ ചുറ്റുപാടിനും ഒരു പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ്റെ സന്യാസത്തിൻ്റെ ആനന്ദം അത് ഞാൻ തന്നെ കണ്ടെത്തണം. ഇപ്പം എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒരേ ഉത്തരമായിരിക്കണമെന്നില്ല കിട്ടുന്നത്. ഓരോരുത്തരും അവനവൻ്റെ ജീവിതാവസ്ഥയെ എങ്ങനെ കാണുന്നുവോ, ഞാൻ എന്തിനിതിലേക്ക് വന്നു എന്നുള്ളൊരു കൺവിക്ഷൻ എനിക്കുണ്ടാകണം. അത് പുറത്തുനിന്ന് ആർക്കും തരാൻ പറ്റില്ല. നമ്മൾ എന്താവശ്യം, ഇപ്പം നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ എന്താ വേണ്ടതെന്ന് ആ ചേട്ടൻ ചോദിക്കും. അപ്പം നമുക്ക് വേണ്ടതാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്തിനു വന്നു എന്ന് എന്നോട് പുറത്തുനിന്ന് ഒരാളെ ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം ഉണ്ടാകണം. അവിടെയാണ് എൻ്റെ സന്യാസത്തിൻ്റെ സന്തോഷം. അത് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം ആ ഉത്തരം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സന്യാസ ജീവിതത്തിൽ സന്തോഷവതിയാണോ എന്നുള്ളത് ചോദിച്ചാൽ ഇപ്പോൾ ഈ അവസ്ഥയിൽ ഈ 18 വർഷം ജീവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ 100% സന്തോഷവതിയാണ്, സംതൃപ്തിയാണ്. ഇനി നാളത്തെ കാര്യം എങ്ങനെയാകും എന്നുള്ളത് നമ്മളുടെ ഒരു തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. അതുകൊണ്ട് യൂത്തിനോടും അല്ലെങ്കിൽ ഇനി എന്ത് തിരഞ്ഞെടുക്കണം, എവിടെ പോകണം, ചഞ്ചല ചിത്തർ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഉള്ളിലോട് നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഇപ്പോൾ 8ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഞാൻ എന്തിനു പഠിക്കുന്നു? പഠിച്ചിട്ട് എനിക്ക് എന്താകണം? ആ ചോദ്യം എന്നോട് തന്നെ ഞാൻ ഓരോ ദിവസം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി എന്ത് എന്നുള്ള, പണ്ടൊക്കെ നമ്മളോട് പറയായിരുന്നു 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നാൽക്കവലയാണ്. ഇന്നിപ്പം പിള്ളേരെല്ലാം ഏത് ഹയർ സ്റ്റഡി കഴിഞ്ഞാലും ഈ നാൽക്കവലയിൽ തന്നെ നിൽക്കുവാണ്. അപ്പം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത കോഴ്സ് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ആരാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കൺവിക്ഷൻ എനിക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയാണ് എൻ്റെ ഉത്തരം. ഞാൻ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം വെറുതെ നടന്നു പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും അങ്ങനെ പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ പത്രം നന്നായിട്ട് വായിക്കും. പിന്നെ ഇപ്പോൾ നമുക്കങ്ങനെ സിനിമകളൊന്നും നമ്മൾ കാണാറില്ല. എങ്കിൽ പോലും ഒക്കേഷണലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കാണുന്നതേ ഉള്ളൂ. എന്നാൽ പോലും ഓരോ സിനിമയുടെയും റിവ്യൂ, പ്രത്യേകിച്ചും യുവജനങ്ങളെ ഒത്തിരി ആകർഷിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പ് കിട്ടിയ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഷോർട്ട് ഫിലിം ആകാം, അല്ലെങ്കിൽ സിനിമയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു പുസ്തകമാകാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, പിന്നെ നല്ല വൈറൽ വീഡിയോസൊക്കെ ആകാം. അങ്ങനെ ഞാനെല്ലാം ശ്രദ്ധിക്കാറുള്ള ഒരു വ്യക്തിയാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇപ്പം യൂത്തിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്ന് യുവജനങ്ങൾ അവർക്ക് അവരുടെ ഒരു സ്പേസ് എവിടെയാണെന്നും അവരെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പിന്നെ അവരുടെ ടേസ്റ്റ്, അവരുടെ ഒരു വേവ് ലെങ്ത്, പിന്നെ അവരുടെ സംസാര ഭാഷ, അതൊക്കെ എനിക്ക് അങ്ങനെ ഞാൻ അവരുമായിട്ട് ഒത്തിരി ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ യൂത്തിൻ്റെ ഒരു ട്രെൻഡ്, ആ ഒരു ട്രെൻഡ് എന്താണെന്ന് ഞാൻ ഒത്തിരി ശ്രദ്ധിക്കാറുള്ളൊരു വ്യക്തിയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു തൊപ്പി എന്ന പേരിൽ ഒരു പയ്യൻ്റെ ഇത് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഈ പയ്യനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാൻ നന്നായിട്ട് സെർച്ച് ചെയ്തു. കാരണം നമുക്കൊരു ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അത് പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതൊരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പഠിച്ചു. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ എന്നോട് ഇപ്പം കുട്ടികളോടാണെങ്കിലും സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പറയാറുണ്ട്, നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ദൈവവും ഞാനും മാത്രം അങ്ങനെ ഒരു ബന്ധമല്ല. ഞാൻ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത, യാതൊരു ധാരണയുമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നാൽ ആ സമൂഹത്തിന് എന്നെ വേണ്ട. നമ്മൾ ഇങ്ങനെ ഒരു എയറിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും അവർ ജീവിക്കുന്ന ലോകം വേറൊന്ന്, ഞാൻ ജീവിക്കുന്ന ലോകം വേറൊന്ന്. ശരിയാണ്, ഞാൻ ജീവിക്കുന്ന ലോകം വേറൊന്നാണ്, എൻ്റെ മൂല്യങ്ങൾ വേറൊന്നാണ്. പക്ഷേ എന്ന് കരുതി നമ്മൾ ചുറ്റുപാടിനെക്കുറിച്ച് അവെയർ ആകാതിരിക്കരുത് എന്നുള്ളത് നമ്മൾ സാമാന്യ ബോധം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് എനിക്കതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ് ടു ഡേറ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഉത്തരങ്ങൾ പറയുമ്പം നമുക്ക് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ എളുപ്പമാണ്. പറഞ്ഞു കഴിയുമ്പോൾ അവന് വേണ്ടി കൈയടിക്കാനും നമുക്ക് എളുപ്പമാണ്. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകേണ്ടത്. അതാണ് അന്ന് ഞാൻ കുട്ടികളോട് അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ പറയും എന്ന് പറയാൻ നമുക്ക് മറ്റുള്ളവരുടെ നേരെ കൈ ചൂണ്ടാൻ എളുപ്പമാണ്. പക്ഷേ ആ ഒരു അവനും അവളും ഞാനായിട്ട് മാറിയാൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഇത് പറഞ്ഞത്. നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ ഓണർഷിപ്പ് എൻ്റെ അല്ല.
അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു തനിമ, നമ്മളുടേതായ ഒരു അഭിപ്രായം, നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമ്മളുടെ ഒരു സ്റ്റാൻഡ് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിപ്പം രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും മറ്റ് ഇന്നത്തെ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും അങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ചും ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളതിനെക്കുറിച്ചൊരു ചെറിയ ധാരണയുണ്ട്. അതുകൊണ്ടായിരിക്കാം. നമുക്ക് സമുദായം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അധികമായിട്ട് നമ്മളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസ സംഹിതകളുണ്ട്. ആ വിശ്വാസ സംഹിത ബഹുമാനിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികളെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യാനി തന്നെയാണ് ക്രിസ്ത്യാനിക്കെതിരെന്ന് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ സമുദായം ആക്രമിക്കപ്പെടുമ്പോൾ അത് ഞാൻ തന്നെ എന്നെയാണ് ആക്രമിക്കുന്നത് എന്നുള്ളൊരു ഫീല് വരാത്തിടത്തോളം കാലം നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയില്ല. അതുപോലെ തന്നെ അതിന് അങ്ങനെ നമുക്കിത് എന്നെയാണ് ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ ഒരു പ്രശ്നം അത് എൻ്റെയും കൂടി പ്രശ്നമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലോട് ഞാൻ അത്ര ഇൻവോൾവ് ആയിരിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരു അപമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എനിക്ക് അപമാനം ഉണ്ടാകുന്നതാണെന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ കുടുംബത്തിന് അപമാനം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം എനിക്ക് എന്ന് വരുന്നോ അന്നേ ഞാൻ ഈ സമുദായം ആക്രമിക്കപ്പെട്ടാൽ അത് ഞാൻ ആക്രമിക്കപ്പെട്ടതിന് തുല്യമാണെന്നും സമുദായം എവിടെയെങ്കിലും താഴ്ത്തി അല്ലെങ്കിൽ നാണം കെടുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിക്ക് നിലനിൽപ്പിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും കരുതി ഞാനതിനെ ഉയർത്തിപ്പിടിക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അതിനകത്ത് തെറ്റേതാ എന്ന് വെച്ച് അപമാനകരമായൊരു കാര്യം സംഭവിച്ചതിനെ ന്യായീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളുടെ ഒരു ക്രിസ്ത്യാനിറ്റിയോട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തോട് അതിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. എവിടെയെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റുന്ന വീഴ്ച സഭയുടെ മൊത്തം വീഴ്ചയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരുപാടിടത്ത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പള്ളിയിലൊരു പ്രശ്നം വന്നാൽ കത്തോലിക്ക സഭയിലെ എല്ലാ ദേവാലയങ്ങളും ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സന്യാസിനി വഴിതെറ്റി പോകുമോ അല്ലെങ്കിൽ ഇപ്പം ആത്മഹത്യകളോ അങ്ങനെ എന്ത് സംഭവിച്ചാലും ഓക്കെ മഠങ്ങളിൽ മുഴുവൻ എല്ലാവരും ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഒരു പ്രശ്നത്തെ അത് വൽക്കരിച്ച് കാണുന്ന ഒരു രീതി നമുക്കുള്ളത് കൊണ്ട് എനിക്ക് അൽമായരോടാണെങ്കിലും സന്യസ്തരോടാണെങ്കിലും പറയാനുള്ളത് സഭയെ സ്നേഹിക്കുക, അമ്മയെപ്പോലെ സഭയെ സ്നേഹിക്കുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ പ്രേരക ശക്തി പരിശുദ്ധാത്മാവാണ്. ഒറ്റ ഉത്തരം അതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ടൈമൊക്കെ ആയപ്പോഴാണ് കൂടുതലും സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നതും ഇങ്ങനെ ഒരുപാട് പേര് സന്യാസത്തെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതും പിന്നെ അതിനിടയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. കേരളത്തിൽ നമ്മുടെ വഞ്ചി സ്ക്വയറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ എല്ലാ ശ്രദ്ധയും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ ഇതല്ല സത്യം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് നമ്മൾ എങ്ങനെ ലോകത്തോട് പറയും? അതിന് നമുക്കൊരു വേദി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനവനറിയാവുന്നതുപോലെ അവനവൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയും ഫേസ്ബുക്ക് ഉള്ളവർ അത് വഴിയും വാട്സാപ്പ് വഴിയും ഒക്കെ റൈറ്റപ്പുകൾ പറ്റുന്നവർ എഴുതി തുടങ്ങി. അങ്ങനെ ഇതിങ്ങനെയാണല്ലോ എന്നുള്ള നമ്മുടെ ചിന്തയും കാഴ്ചപ്പാടും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ വോയിസ് ഓഫ് നൺസിലേക്ക് വരാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സമർപ്പിതർ എന്ന് പറയുന്ന ഒരു വർഗം എന്തുകൊണ്ടാണ് പല തന്തമാർക്ക് ജനിച്ച പോലുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ലേഡിയുടെ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നിലെ വൈകാരികത ഉണർന്നു, എൻ്റെ സന്യാസത്തോടുള്ള എൻ്റെ സ്നേഹവും പാഷനും ഒക്കെ ഉണർന്നിട്ട് ഞാൻ ഒരു റൈറ്റപ്പ് റെഡിയാക്കി ചുമ്മാ വാട്സാപ്പിൽ എൻ്റെ അറിയാവുന്ന ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഞാൻ വെറുതെ അയച്ചു. അപ്പോൾ അത് അയച്ചപ്പോൾ അത് എങ്ങനെയോ അത് കയറി വൈറലായി. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് വിളിച്ചു. അപ്പോഴാണ് നമ്മളുടെ KCBC ജാഗ്രത കമ്മീഷൻ്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന അച്ഛൻ വിളിക്കുന്നത്. അപ്പോൾ ആണ് ഈ സിസ്റ്റർ സോണിയ തെരേസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് പോലും. അപ്പോൾ അങ്ങനെ 1-2 പേര് അവിടെ ഇവിടെയൊക്കെ സന്യാസത്തെ ഡിഫെൻഡ് ചെയ്യാനും സത്യാവസ്ഥ എന്താണെന്ന് ജനത്തോട് പറയാനും പിന്നെ ബ്രഹ്മചര്യം ഒക്കെ ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമയം, അവനവന് തോന്നുന്ന രീതിയിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല, അതൊക്കെ കള്ളത്തരമാണ് എന്നുള്ള രീതിയിൽ അത് 1-2 പേർക്ക് വീഴ്ചകൾ സംഭവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലയിലേക്കൊക്കെ കൊണ്ടെത്തിച്ച് അപ്പോൾ സന്യസ്തരെ ഇങ്ങനെ എന്തോ പറഞ്ഞ് പറ്റിച്ച് അതിനകത്ത് പറ്റിക്കപ്പെട്ട ഒരു ആൾക്കാരുടെ കൂട്ടമാണ് സന്യാസം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ
നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എഴുതിയവരും പ്രതികരിച്ചവരും ഒക്കെ തമ്മിൽ പരിചയപ്പെട്ട് വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാൽ ഒരു ശക്തിയാകുമല്ലോ, നമുക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. പ്രത്യേകിച്ചും നമുക്കറിയാം പാഷണ്ഡതകളൊക്കെ പണ്ടും ഉണ്ടായപ്പോൾ അതിനെതിരെ എഴുത്തുകൾ എഴുതിയും പള്ളി പ്രസംഗങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മുടെ സഭാപിതാക്കന്മാരെ വിശ്വാസത്തെ സംരക്ഷിച്ചത്. അതുപോലെ നമുക്കും ഇപ്പം ഈ കാലഘട്ടത്തിന് അനുയോജ്യമാം വിധം മനുഷ്യരുടെ ഇടയിലേക്ക് സത്യം എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വേണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ വോയിസ് ഓഫ് നൺസ് എന്നൊരു പേരൊക്കെ ഇട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ആദ്യം, ഒരു ഫേസ്ബുക്ക് പേജാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് നമ്മൾ ഒന്ന് രണ്ട് നമുക്കറിയാവുന്ന കോൺഗ്രിഗേഷനിലെ അത്യാവശ്യം എഴുതുന്നവരും അങ്ങനെയൊക്കെയുള്ളവരെ നമ്മൾ ഒന്നിച്ചു ചേർത്തു. പിന്നീട് ഇതിങ്ങനെ എന്താണ് പറയുന്നത്, ഈ 12 ശിഷ്യന്മാരുടെ മേൽ തീനാളം വന്നു വീണതുപോലെ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ നമ്മൾ ചെറിയ ചെറിയ സെമിനാറുകൾ, അപ്പോൾ വെബിനാർ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ അന്നാണ് വന്നത്. അപ്പോൾ ചെറിയൊരു കൂട്ടായ്മയായിട്ട് ആദ്യം തുടങ്ങി. പിന്നീട് നമുക്ക് ഒന്നിച്ച് കോവിഡ് ടൈമിൽ 2 വർഷത്തോളം നമ്മൾ ആരും ഒന്നും ചെയ്യാനില്ലാതെ വന്നപ്പോൾ കുറേ പേര് ഡിപ്രഷൻ മോഡിലേക്കൊക്കെ മാറി തുടങ്ങിയപ്പോൾ അങ്ങനെ സന്യസ്തരുടെ മാനസികാരോഗ്യം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചും ചിന്തിച്ചും അങ്ങനെ വെബിനാറുകൾ സംഘടിപ്പിച്ചു. പല കോൺഗ്രിഗേഷനെ ഒന്നിച്ചു ചേർത്തു. അവരുടെ മേജർ സുപ്പീരിയേഴ്സൊക്കെ അറിഞ്ഞും എല്ലാവരും കൂടെ അങ്ങനെയാണ് നമ്മൾ അതിനകത്തുനിന്ന് ഇങ്ങനെ അത്യാവശ്യം പ്രതികരിക്കാൻ പറ്റുന്നവർ, എഴുതാൻ പറ്റുന്നവർ, അങ്ങനെ എല്ലാവരെയും കൂടെ ഒന്നിച്ചു ചേർത്ത് അങ്ങനെ അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നിറഞ്ഞ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. എൻ്റെ കസിൻ ബ്രദറാണ് അതിൻ്റെ പോസ്റ്റർ വർക്ക് മുഴുവൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആദ്യം മുതലേ എനിക്ക് അറിയാമായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രിവ്യൂ കാണിച്ച ദിവസം ഞാൻ അറിഞ്ഞായിരുന്നു സംഭവം. പക്ഷേ അതിനുശേഷം അതിൻ്റെ ഒരു നല്ലൊരു റിവ്യൂ ഈ പറയുന്ന എൻ്റെ കസിൻ ബ്രദർ തന്നെ, ജോസ്മാൻ തന്നെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇതൊന്ന് പുറത്ത് വരണം. ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യം കൂടിയാണ്. അതിൻ്റെ സംവിധായകർക്കും അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ പെട്ടെന്ന് പുറത്തിറക്കാനും നമുക്കറിയാം ഒത്തിരിയേറെ നിയമവശങ്ങളും പിന്നെ സ്ക്രീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടാണത് പുറത്തു വന്നത്. അപ്പോൾ പ്രിവ്യൂവിനെ കുറിച്ച് വളരെ വളരെ നല്ല ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന് പറയുന്ന ഒരുപാട് സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ്, അങ്ങനെ ഇഷ്ടം പോലെ സിസ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ട്. ഇവിടെ നമുക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴാണ് സമൂഹത്തോട് ഓക്കെ ഇത് ഞങ്ങളിവിടെ ഇങ്ങനെ ഉണ്ട്, ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷനിൽ എത്രയോ സിസ്റ്റേഴ്സ് പ്രായം ചെന്ന് മരിച്ച അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എത്രയോ സിസ്റ്റേഴ്സ് ആ മാങ്കുളം ആനക്കുളം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അന്നൊരു ആശുപത്രിയില്ല, അവിടുത്തെ ഡോക്ടറും നേഴ്സും ഒക്കെ ഈ അമ്മമാരായിരുന്നു. അപ്പോൾ ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഈ പ്രായമായ അമ്മമാരെ അവരന്വേഷിക്കും. അവരുടെ മക്കളും മക്കളുടെ മക്കളുമാണ്. പക്ഷേ ഇന്നും അവർ ഓർത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മിഷൻ പ്രദേശങ്ങളിലേക്കൊക്കെ എത്രയോ കാലം മുമ്പേ ഞങ്ങൾ പോയി. പക്ഷെ അതൊന്നും നമുക്കൊരു സിനിമയാക്കാനോ അല്ലെങ്കിൽ അന്നൊന്നും ഫേസ്ബുക്ക് വാട്സാപ്പ് ഇതുവഴിയൊന്നും നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചില്ല. അങ്ങനെ ഒരു ആവശ്യം വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഒരുപാട് റാണിമരിയന്മാരുണ്ട്. അതുകൊണ്ടത് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കല്ല, ഉള്ളവരെ ഒന്ന് ഞാൻ പറയും പ്രൊജക്റ്റ് ചെയ്യണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം അതുകൊണ്ട് റാണിമരിയന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും റാണിമരിയന്മാർ ഒരുപാട് പേര് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ, ഇപ്പം ഞങ്ങളുടെ ടാൻസാനിയ അല്ലെങ്കിൽ എത്യോപ്യ അവിടെയൊക്കെ എത്രയോ സിസ്റ്റേഴ്സാണ് ഈ തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ പേരിൽ പുറത്തുനിന്ന് ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ടും നമ്മളവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നും വോയിസ് ഓഫ് വോയിസ്ലെസ്സും ഫേസ് ഓഫ് ഫേസ്ലെസ്സും ആയിട്ട് ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇളം തലമുറ ഇപ്പോൾ വരാനിരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ് ഇത് കണ്ട് പേടിച്ച് ഇങ്ങനെയാണോ ഇത് മൊത്തം പോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നല്ല എണ്ണം പറഞ്ഞ നലം തികഞ്ഞ നല്ല സന്യസ്തരുണ്ട്.